പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ അമരുമ്പോൾ ഈ പ്രതിസന്ധിക്കിടയിലും ലാഭത്തിന്റെ പുതിയ കണക്കുകൾ കൂട്ടുന്ന ഒരു രാജ്യമുണ്ട്, അമേരിക്ക. ഇറാനിയൻ മിസൈലുകൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലേക്ക് വർഷിക്കപ്പെട്ടപ്പോൾ ലക്ഷ്യം വെക്കപ്പെട്ടത് കേവലം സൈനികാസ്തികൾ മാത്രമല്ല, ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ എണ്ണ റിഫൈനറികൾ കൂടിയായിരുന്നു. സൗദി അരാംകോയുടെ റാസ് തനുര റിഫൈനറിയിൽ നിന്ന് ഉയർന്ന പുകപടലങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില 9%, വാതകവില 50% ഉയരാൻ കാരണമായി. സൗദി അരാംകോയുടെ റാസ് തനുര റിഫൈനറിയിൽ നിന്ന് ഉയർന്ന പുകപടലങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില 9%, വാതകവില 50% ഉയരാൻ കാരണമായി. ഗൾഫിലെ ഈ രക്തച്ചൊരിച്ചിലും എണ്ണക്കടത്തും എങ്ങനെയാണ് അമേരിക്കയെ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയെ നിലനിർത്തുന്നത് എന്ന് പരിശോധിക്കാം. പ്രതിദിനം 5,50,000 ബാരൽ എണ്ണ ശുദ്ധീകരിക്കുന്ന റാസ് തനുര റിഫൈനറി അടച്ചുപൂട്ടിയതോടെ ആഗോള എണ്ണ വിപണി സ്തംഭിച്ചു. പിന്നാലെ ഖത്തർ എനർജിയുടെ റാസ് ലഫാൻ പ്ലാന്റും പ്രവർത്തനരഹിതമായി. ആഗോള LNG വിതരണത്തിന്റെ 1/5 വരുന്ന ഈ പ്ലാന്റ് നിലച്ചതോടെ യൂറോപ്പിലെ ഗ്യാസ് വില വൻ കുതിപ്പിലേക്കാണ് ഉയർന്നത്. എവിടെ യുദ്ധമുണ്ടായാലും ആദ്യം ബാധിക്കപ്പെടുന്നത് ഇന്ധനവിലയാണ്. ലോകത്തിലെ എണ്ണവാതക ശേഖരത്തിന്റെ പകുതിയും പശ്ചിമേഷ്യയിലായതിനാൽ ഇവിടുത്തെ ഓരോ പൊട്ടിത്തെറിയും ലോകത്തിന്റെ അടുക്കളകളെയും വ്യവസായങ്ങളെയും നേരിട്ട് ബാധിക്കുന്നു. ഇതൊരു പെട്ടെന്നുണ്ടായ പ്രതിസന്ധിയല്ല. ഇതിന്റെ വേരുകൾ 1974 നീളുന്നതാണ്. അന്നാണ് അമേരിക്ക സൗദി അറേബ്യയുമായി ചരിത്രപരമായ 50 വർഷത്തെ കരാർ ഒപ്പിട്ടത്. സൗദി എണ്ണ ഡോളറിൽ മാത്രം വിൽക്കണമെന്നതായിരുന്നു വ്യവസ്ഥ. ഇതാണ് US ഡോളറിനെ ലോകത്തിന്റെ കറൻസിയാക്കി മാറ്റിയത്. എന്നാൽ 2024 മാർച്ചിൽ ഈ കരാറിന്റെ കാലാവധി അവസാനിച്ചു. ലോകം ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് മാറി ഹരിത ഊർജത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതോടെ US ഡോളറിന്റെ ഈ ആധിപത്യത്തിന് ഇളക്കം തട്ടി തുടങ്ങിയിരുന്നു. ഈ മാറ്റത്തിനിടയിലാണ് പുതിയ യുദ്ധം പശ്ചിമേഷ്യയെ പിടിച്ച് കുലുക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ തന്ത്രം പ്രസക്തമാകുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിലല്ല, മറിച്ച് അമേരിക്കൻ എണ്ണ ഉൽപാദനത്തിലാണ് ട്രംപിന് താല്പര്യം. ഡ്രിൽ ബേബി ഡ്രിൽ എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലെത്തിയ ട്രംപ് അമേരിക്കയെ ലോകത്തെ 1-ാം നമ്പർ എണ്ണ ഉൽപാദകരാക്കാൻ തീരുമാനിച്ചു. വെനസ്വേലൻ എണ്ണപ്പാടങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമവും ഈ എണ്ണ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഇതിലൂടെ പ്രധാന എതിരാളിയായ ചൈനയ്ക്ക് വില കുറഞ്ഞ ഊർജം ലഭിക്കുന്നത് തടയാനും അമേരിക്കയ്ക്ക് സാധിക്കും. ഇറാൻ തിരിച്ചടിക്കുമെന്ന് ഉറപ്പായിട്ടും US ഈ യുദ്ധത്തിന് തയ്യാറായത് ഈ തന്ത്രം മുന്നിൽ കണ്ടാണ്. പശ്ചിമേഷ്യ യുദ്ധത്തിൽ വെന്തുരുകുമ്പോൾ അമേരിക്കയിലെ വമ്പൻ എണ്ണ കമ്പനികൾ തങ്ങളുടെ സാമ്രാജ്യം വികസിപ്പിക്കുകയാണ്. എക്സോൺ മൊബിൽ $60 ബില്യൺ പയനീർ നാച്ചുറൽ റിസോഴ്സിനെ വാങ്ങി. തൊട്ടു പിന്നാലെ ഷെവ്രോൺ $53 ബില്യൺ ഹെസ്കോർപ്പിനെയും സ്വന്തമാക്കി. അമേരിക്കയിലെ ടെക്സസിലും നോർത്ത് ഡക്കോട്ടയിലുമുള്ള ഷെയിൽ ഓയിൽ ശേഖരങ്ങൾ ഇപ്പോൾ ഈ കമ്പനികളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഷെയിൽ ഓയിൽ വേർതിരിച്ചെടുക്കാൻ വലിയ ചെലവുണ്ടെങ്കിലും ഗൾഫിലെ എണ്ണ വിതരണം തടസ്സപ്പെടുകയും വില വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ അമേരിക്കൻ ഷെയിൽ ഓയിൽ ബിസിനസ് വൻ ലാഭകരമായി മാറുകയാണ്. പശ്ചിമേഷ്യയിലെ ഉൽപാദനം തടസ്സപ്പെടുമ്പോൾ ലോകം മുഴുവൻ അമേരിക്കൻ എണ്ണയ്ക്കും ഗ്യാസിനും വേണ്ടി ക്യൂ നിൽക്കേണ്ടി വരുമെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. സൗദിയിൽ എണ്ണക്കിണറുകൾ കത്തുമ്പോൾ ടെക്സസിലെ കിണറുകളിൽ നിന്ന് ഡോളറുകൾ ഉറവയെടുക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഉൽപാദകരായ അമേരിക്കയ്ക്ക് യൂറോപ്പിലെ ഗ്യാസ് പ്രതിസന്ധിയും വൻ ലാഭം നൽകുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധം കേവലം അധികാരത്തിന് വേണ്ടിയുള്ളതല്ല, അത് ആഗോള ഊർജ വിപണിയുടെ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ദുബായും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകരുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് ആയിരക്കണക്കിന് ജീവനുകളാണ്. എന്നാൽ സമുദ്രങ്ങൾക്കപ്പുറം അമേരിക്കയിൽ യുദ്ധത്തിന്റെ ഓരോ സെക്കൻഡും വലിയ ലാഭമായി പരിവർത്തനം ചെയ്യപ്പെടുകയാണ്. ലോകം കത്തുമ്പോൾ അമേരിക്ക ചിരിക്കുന്നത് എണ്ണപ്പണത്തിന്റെ കരുത്തിലാണ്.